ഇത് വാട്ടർ ലൈൻ ഇറങ്ങുന്ന പൈപ്പാണ്. ഇത് നേരെ നീളത്തിന് അങ്ങ് പൊട്ടിപ്പോയതാണ്, കണ്ടില്ലേ? ഈ കപ്ലിങ്ങിൻ്റെ തൊട്ട് ഭാഗത്ത് നിന്ന് നേരെ നീളത്തിലാണ് ഇത് പൊട്ടിപ്പോയേക്കുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാം. അതായത് ഈ പൈപ്പുകളൊന്നും നമുക്ക് മാറ്റാതെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ പൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു സോക്കറ്റും ഉണ്ട്, അതായത് ഒരു ത്രെഡ് കപ്ലിംഗ് എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പൊട്ടിയ ഭാഗത്തൂടെ തന്നെ നമുക്കത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതിനിവിടെ പറയുന്നത് ത്രെഡ് കപ്ലിംഗ് എന്നാണ്. ചിലയിടത്ത് പറയുന്നത് സോക്കറ്റ് എന്ന് പറയും. സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതുമുണ്ട്, അതേപോലെ കുറച്ച് ഇത് ലെങ്ത് ഉള്ളതാണ് കപ്ലിംഗ്. രണ്ട് സൈഡും രണ്ട് പൈപ്പ്, ഒരേ പൈപ്പുകൾ നമുക്ക് തിരിച്ചും മറിച്ചും കപ്ലിംഗ് അടിക്കാതെ തന്നെ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള കപ്ലിംഗ് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യാമെന്നുള്ളത്. അപ്പം പലയിടത്തും പല പേരാണ് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ പറയുന്നത് ത്രെഡ് കപ്ലിംഗ് എന്നാണ്, കണ്ടില്ലേ? അതുപോലെ നല്ല കട്ടിയുള്ള രണ്ട് സൈഡും കപ്ലിംഗ് ആയിട്ട് വരുന്ന ഭാഗമാണ്. രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ഒരേ സമയം തന്നെ കയറ്റിയിടാം. അപ്പോൾ ഈ പൈപ്പ് പൊട്ടിക്കുന്ന നീളത്തിലാണ്, കണ്ടില്ല? ആ വെള്ളം പോകുന്ന കണ്ടില്ല? ആ നീളത്തിൽ വേണം നമുക്കിനി മുറിച്ചെടുക്കാൻ. അപ്പോൾ ആ നീളത്തിൽ മുറിക്കുക എന്ന് പറഞ്ഞാൽ മുകളിലോട്ടും പൊട്ടിയിട്ടുണ്ട്, താപ്പോട്ടും കുറച്ച് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കപ്ലിംഗ് കയറുന്ന ഭാഗം മാത്രം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതായത് ഇപ്പം മാർക്ക് ചെയ്തത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാനാണ്. അതിൻ്റെ തൊട്ട് മുകളിലോട്ട് പൊട്ടിയിരിക്കുകയാണ്, തൊട്ട് താഴെയും പൊട്ടിയിരിപ്പുണ്ട്. പക്ഷേ അത് നമ്മളത് ആ കപ്ലിംഗ് കയറുന്ന ഇത്രയും ഭാഗം മാത്രമേ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ പൊട്ടി ഭാഗവും ഈ കപ്ലിങ്ങിൻ്റെ അകത്തും താഴത്തെ ഭാഗവും ഈ കപ്ലിങ്ങിൻ്റെ അകത്തും. അതുകൊണ്ട് നമുക്ക് ആ പൈപ്പുകൾ മാറ്റേണ്ട ആവശ്യകതയൊന്നുമില്ല. തൊട്ട് മേളിൽ കപ്ലിങ് തന്നെ ഓൾറെഡി പഴയ ഒരു കപ്ലിങ് അടിച്ചിട്ടേക്കുന്നത്. അപ്പം പൈപ്പുകൾ മാറാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഇങ്ങനത്തെ സോക്കറ്റുകൾ, അതായത് ഇങ്ങനത്തെ ത്രെഡ് കപ്ലിങ്ങുകളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മൾ ആ കപ്ലിങ് നേരെ ഗമ്മ് വെച്ചിട്ട്, അതായത് സോൾവെൻറ്റ് തേച്ച് നേരെ ഇറക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ താഴെ ഇറങ്ങി. ഇനി മുകളിലും അത് തിരിച്ച് ഇതുപോലെ സോൾവെൻറ്റ് തേച്ച് നമുക്ക് ഇറക്കണം. അപ്പോൾ ഈ രണ്ട് പൈപ്പുകളിലും എൻഡ് ഇതുപോലെ പൊട്ടിയിരിക്കുകയാണ്. ആ പൊട്ടിയിരിക്കുന്ന ഭാഗം ഈ കപ്ലിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ, അതായത് ഈ സോക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആ പൈപ്പുകൾ മാറ്റേണ്ട ആവശ്യകതയില്ല. അതായത് പൈപ്പ് മാറ്റുവാണെങ്കിൽ ആ ഫുൾ ലെങ്ത് പൈപ്പ് തന്നെ നമ്മൾ മാറ്റേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ലോങ് ആയിട്ട് കപ്ലിങ് അടിക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതേപോലുള്ള ലോങ് ആയിട്ടുള്ള ത്രെഡ് കപ്ലിങ്ങുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. പൊട്ടിയതാണെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ ആ വെള്ളം പൊക്കോണ്ടിരുന്ന പൈപ്പ് തന്നെ നീളത്തിൽ പൊട്ടിയ ഭാഗമാണ്. ആ പൊട്ടിയ ഭാഗമാണ് ഈ കപ്ലിങ്ങിൻ്റെ അകത്ത് കണ്ട കയറി കിടക്കുന്നത്, കണ്ടില്ലേ? നേരത്തെ ആ നീളത്തിൽ വന്ന പൊട്ടിയ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ ത്രെഡ് കപ്ലിങ്ങിൻ്റെ അകത്ത് കയറിയേക്കുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെയുള്ള ലോങ് കപ്ലിങ്ങുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ജോയിൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലുള്ള കപ്ലിങ് തന്നെ ചൂസ് ചെയ്യുക. മണ്ണിൻ്റെ അടിയിൽ ഇട്ടാൽ ഇതേപോലുള്ള കപ്ലിങ് തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.